പിന്നെ ഹലോ പിന്നെ അലീന. അലീനല്ലേ എലിയ? ആ എലി രണ്ടും കണക്കല്ലേ, പറഞ്ഞോ. എടാ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് സംസാരിക്കാണിത്. വേണമെങ്കിൽ നീ ഇത് സീരിയസ് ആയിട്ട് എടുത്തു. ഇല്ല പിന്നെ നീ കുറെ നാളുകൊണ്ട് എന്റെ അടുത്ത് പറയുന്ന കാര്യം ആയതുകൊണ്ട് ഞാനിപ്പോ സെറ്റ് ആക്കി വെച്ചേക്കാണ്. എന്താണ്? തങ്കം പോലെ ഒരു പെങ്കൊച്ച്. ആർക്ക് തങ്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ തനി തങ്കോടാ അവള്. இந்த மாதிரி ஒரு பொண்ணுനെ ഞാൻ இந்த സിറ്റിയിലെ പാക്കവേ ഇല്ലേ. ആരാ? ഞാനൊരു ലെസ്ബിയനെ കാണുവായിരുന്നെങ്കിൽ അവളെ ഇപ്പൊ പ്രേമിച്ച് കെട്ടിക്കൊണ്ടുപോയേ. അതിപ്പോ ആടോ ഇല്ലത് ആർക്കറിയാം. ഹലോ 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 കണ്ടാ ഹലോ. മൗസിന്റെ ചാർജ് ഹലോ 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 ഹലോ. കേട്ടില്ലേ നീ? അപ്പോ ഞാൻ പറഞ്ഞ കേട്ടെ, ഞാൻ കേട്ട് എന്റെ മൗസിന്റെ ചാർജ് പറഞ്ഞോ പറഞ്ഞോ. തങ്കം പോലൊരു പെങ്കൊച്ച്. താല്പര്യമില്ല. താല്പര്യമില്ല. എടാ നീ ഇന്നാൾ എന്നോട് പറഞ്ഞു എടാ ഇത് നല്ലൊരു പെങ്കൊച്ചിന് വേണ്ട. ഒറ്റ ഗ്യാങ്ങിന്റെ സംസാരിച്ചിട്ടാ ഇപ്പൊ വരാം. എടാ പിന്നെ മറ്റേ ഗണ്ണിന്റെ കേസില്ലേ? പറഞ്ഞോ എലി പറ. ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ ഞാൻ വരാം. എലി ഇപ്പൊ വരാം. ഞാൻ ഇപ്പൊ വരാം. എന്നെ വല്ല ഹോസ്റ്റ് എടുത്തോട്ട് പോകണേ. നിങ്ങൾ നോടി എത്ര കേട്ടോ ഇറ്റാച്ചി ആളെ വിളിച്ച് എന്നെ ഹോസ്റ്റ് എടുക്കുന്ന പ്ലാൻ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നത്. ഇവര് കന്നുവിട്ട് നോക്കി നടക്കുക. എന്തേലും ഉണ്ടെങ്കിൽ മനസ്സിലായി എല്ലായിടത്തും വീഡിയോ കാച്ചിക്കോ. ജൂലി പറഞ്ഞോ. എവിടെ ആളെവിടെ? പെരിയമ്മ എങ്കെ? എലി പറ. എന്താ എലി? ഞാൻ കൊച്ചിനെ പരിചയപ്പെട്ട ഓൾറെഡി പരിചയപ്പെട്ട. ഇത് ധനലക്ഷ്മി അല്ലേ ഇത്? ധനലക്ഷ്മി നമ്മളന്ന് പരിചയപ്പെട്ടായിരുന്നല്ലോ. അന്ന് നീ മലയാളി ആയിരുന്നല്ലോ. ഇപ്പൊ പെട്ടെന്ന് തമിഴിലോട്ട് സ്വിച്ച് ചെയ്തോ? ആണോ? ഓക്കെ ധനലക്ഷ്മി നീ വിചാരിക്കുന്ന കൊച്ചല്ലേ, വേറൊരു തമിഴ് കൊച്ചുണ്ടായിരുന്നു. അതല്ല ഇത് വേറെ. പുതുസാണല്ലേ. വലിയ സിറ്റിയൊക്കെ കണ്ടു കിടക്കണോ ഇങ്ങനെ? എന്താ മനസ്സിലായില്ല? അഴകേ എന്താ? അങ്ങനെ അവർക്ക് ചീത്ത വിളിച്ചത്. സോറി ഭംഗിയുണ്ടെന്നല്ലേ. താങ്ക് യു. പൊണ്ണുങ്ങളെ ഞാൻ ഒരു പെമ്പിള്ളേരെ അടുപ്പിക്കാറില്ല. നിന്നെ തന്നെ അടുപ്പിച്ച ഭാഗ്യമായിട്ട് നീ കൂട്ടിയാ മതി. മനസ്സിലായോ? അടിക്കുമെന്നോ? അടിക്കും. കയ്യൊക്കെ വെക്കും. അല്ലല്ല ഞാൻ ലോകത്ത് അടിക്കാത്ത പെമ്പിള്ളേരാരില്ല സിറ്റിയില്. എല്ലാ എണ്ണത്തെയും അടിച്ചിട്ടുണ്ട്. ഇത് എസ്പെഷ്യലി ഇവിടെ കരയിപ്പിക്കുക വരച്ചിട്ടുണ്ട്. ഡെയ്സിനെ ഒന്ന് വിളിച്ചോണ്ടാ. ഇതോ ബാക്കി ഡെയ്സി അവള് കരഞ്ഞിട്ടുണ്ട്. ഇഷ്ടം പോലെ പെമ്പിള്ളേരോട് കരഞ്ഞിട്ടുണ്ട് ഞാൻ. കാരണം ഫെമിനിസ്റ്റ് പിന്നെ അവന്മാരുടെ കയ്യിൽ റിപ്പോർട്ടാ കിടന്ന് കരഞ്ഞത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ധനലക്ഷ്മിയുടെ കൂട്ടുകെട്ടിതാണോ? ചന്ത കൂട്ടുകെട്ട് തന്നെ ആദ്യമേ പെട്ട്. എന്താണ്? എങ്ക കൂടെ ചേരണമെന്നോ? பச்சைன்னு தெரியாது எனக்கு. பச்சைன்னு பிடிக்கும். நான் பச்சை போட்டேன். പച്ചക്കറി പിടിക്കുന്നോ? അല്ല എനിക്ക് പച്ച എന്ന് പറഞ്ഞ കുട്ടി എനിക്ക് ട്രോമയാണ്. കാരണം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് റിലേഷൻ വന്നിട്ടുള്ളത് റോസി എന്ന് പറഞ്ഞൊരു കൊച്ചാണ്. ആ കൊച്ചിന് പച്ച കളറാണ്. ആ കൊച്ചിന്റെ ഇങ്ങനെ വിളിക്കുന്നത്. റോസിക്ക് പച്ച കളറായിരുന്നു. അവളാണെങ്കി
ഞാൻ റോസിമാരി ഇല്ലെന്നാലും വൺ മിനിറ്റ് ഹലോ 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 ഇതെന്താ 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 പെണ്ണിനെ കയറി പിടിച്ച കേസാ ഹലോ കൊച്ച ആ ഇല്ല സാവേജ് ഇറ്റാച്ചെന്ന് സാവേജ് ഇറ്റാച്ചെന്ന് പറഞ്ഞേ അല്ലല്ല നീയൊക്കെ മുമ്പേന്നറിയാം കൂടെ ഉള്ളവരെ എന്തിനാണോ ഉപയോഗിക്കുന്നത് എന്ത് തെറ്റാണ് നിങ്ങളൊക്കെ ഉപദ്രവിച്ചോളാം നിങ്ങളൊക്കെ ഞാൻ എന്ത് ഉപദ്രവം ഞാൻ ആ കൊച്ചുമായിട്ട് ഒരു ഡേറ്റിനൊക്കെ പോയിട്ട് ഞാൻ നോക്കട്ടെ ഞാൻ പറയട്ടെ ധനു എലി ഞാൻ ഒരു കാര്യം പറയട്ടെ എലി അലീനെ മാത്രം ഇങ്ങോട്ട് വന്നേ ഇതിപ്പോ ഒരു ക്രൗഡഡ് പ്ലേസിൽ നിന്നിട്ട് എന്റെ അടുത്ത് ഈ സംസാരിക്കാനൊക്കെ പറഞ്ഞ ഞാനും ആ കൊച്ചുകൂടെ ഒന്ന് ഒറ്റയ്ക്ക് പൊക്കോട്ടെ അയ്യോ പിന്നെ എന്താ ഞാൻ കയറി പിടിക്കുവോ അത് നിങ്ങൾ എന്താ ചെയ്തതല്ലേ ഞാൻ ഇല്ലായിരുന്നല്ലോ ഇവിടെ ആ ഓക്കെ 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 നമ്മൾ നാലുപേരെ കാണാവുള്ളേ കൊല്ലാമ ഇവിടെ മാട്ടെ ഇങ്ങനെ ഊട്ടിക്കൊണ്ടിരിക്കും എടേ കക്കാച്ചിയുടെ ജീവിതം കുട്ടിച്ചോളാക്കി അവളെ എന്താടി നീ വിളിച്ചേ എന്താ വിളിച്ചേ എന്താടി ഏഷ്യൻ പെയിന്റ്സിന്റെ പരസ്യം നിന്റെ തലയില് എടി നീല അടിച്ചു കാണിക്കാൻ ഏഷ്യൻ പെയിന്റ്സിന്റെ പരസ്യം എടി നിന്റെ തലയില് അവള് വന്നേക്കുന്നത് ആ ഞാൻ മുറുക്കാനിൽ തുപ്പിയുള്ള നിന്റെ കക്കാച്ചി കൂള് വെച്ച് നടക്കുന്ന കക്കാച്ചി മനസ്സിലായടി ആ കൂള് കക്കാച്ചി തന്നെ ആക്കരുത് കേട്ടാ ആ വാ പിന്നെ ധനം എടുക്കുന്നൊക്കെ പറഞ്ഞു ധനം എടുക്കുന്ന പോലാണ് അരീന പറയുന്നത് 5 പൈസ കഴിയില്ല ഈ പ്ലീസ് ഈ കൊച്ചു പിള്ളേരൊന്നും കൊണ്ടുവരില്ല ഇതൊരു പ്ലീസ് എനിക്ക് പെൺപിള്ളേരൊന്നും എടുക്കുന്നത് ഇഷ്ടമല്ല ഇതായാലും ഞാൻ ട്രൈ ചെയ്യാം ആ 90s ആയിട്ട് കുഴപ്പമില്ല ആവോ സൂര്യനെയൊക്കെ പറഞ്ഞു വിട് സൂര്യനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇങ്ങനെ മനസ്സിലായടാ നീ വാടകമോനാടാ വാടകമോൻ നല്ലൊരു ഒരിടത്ത് ഇരിക്കണ നീ എന്ത് നിറഞ്ഞിരിക്കുന്നോ നമ്മളൊരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസിലോട്ട് പോകണേ നിങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചാൽ നമ്മൾ മാറിയിരുന്നോളാം ഓക്കെ ഓക്കെ പ്രൈവറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെ പോന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ആരും കയറാതെ നടക്കുന്ന എന്റെ സ്കൂളാണ് അങ്ങോട്ട് അയ്യോ അങ്ങോട്ട് പോയി അത് പോവാം കുഴപ്പമില്ല ഇല്ല ഇതിൽ പ്രൈവറ്റ് ഉണ്ട് അപ്പാർട്ട്മെന്റ്സ് അത്രയും പ്രൈവറ്റ് ആദ്യമേ വേണ്ട അല്ല അപ്പാർട്ട്മെന്റ്സ് സംസാരിക്കുന്നതാ കക്കാശി ഉണ്ടോടാ കക്കാശി ചാറ്റി വന്നാ കക്കാശി ചാറ്റി വന്നാ പിടിമല പിടിമല മേളില് റൈറ്റ് മേളില് ഇവിടുന്ന് റൈറ്റ് മേളിലോട്ട് അവിടെ ആരും വരത്തില്ല കക്കാശിടാ കുട്ടാ വെൽക്കന്റെ സ്ട്രീമടാ കക്കാശി നമ്മുടെ കക്കാശി കിക്കിലൊക്കെ ഉണ്ടേ ഫോളോ ചെയ്ത് വെച്ചോ അയ്യോ ഹലോ ഹലോ പച്ചമുട്ടി അവൾക്ക് എന്റെ പേരറിഞ്ഞൂടെ എത്ര നേരമായിട്ടും ഹലോ കണ്ണാപ്പി ഓ നാണം എടാ ഞാനെടാ എലിയുടെ കൂടെ ഒക്കെ പോവാണേ ഞാൻ തിരിച്ചു വരുമ്പോ എന്തേലും ഓർമ്മയില്ലാന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാലേ എലി വിദ്യാലയം അടക്കം ഈ പോയ കൂടുള്ള എലി അലീന എല്ലാരും കൊന്നു കത്തിച്ചേക്കണേ ഓ എനിക്ക് പി സി ഇല്ലടാ ഇതെന്തൊക്കെ ആണവാ പി അല്ല ഇന്ന് പി എല്ല് നാളെ പി സി ഇല്ലെന്ന് പറയാം കളിക്കുന്ന ഫോണിലാന്ന് വരെ പറയാം അല്ല കാലഘട്ടത്തിന്റെ ഒരു പോക്കാണ് ഞാൻ പറഞ്ഞത് ആ എനിക്കന്ന് ബുദ്ധി ഉണ്ടായി എനിക്ക് അന്നും ഇന്നും ബുദ്ധിയില്ല വ്യത്യാസം ഉണ്ട് അതിന്
ഈ പെട്രോൾ പമ്പിൽ പെട്രോൾ ഉണ്ടല്ലേ സൂപ്പർ സൂപ്പർ ധനലക്ഷ്മി ഉനക്ക് ഏതാവത് കണ്ണാന്ന് കൂപ്പിടാ കണ്ണേട്ടാന്ന് കൂപ്പിടാ കണ്ണാപ്പി പ്ലീസ് എനിക്ക് കണ്ണാൻ ഡ്രോമയാണ് കണ്ണേട്ടാൻ ഡ്രോമയാണ് പ്ലീസ് ദൈവത്തോടെ പ്ലീസ് ഓ എന്നാ കണ്ണാപ്പി മതി. കണ്ണാപ്പിന്ന് വിളിച്ചാൽ മതി എന്നെ. എന്താ കണ്ണൂന്ന് വിളിക്കാൻ കണ്ണൂ അയ്യോ അത് ഭയങ്കര ഡ്രോമയാണ് ഭയങ്കര ഡ്രോമയാണ് പ്ലീസ്. അവളെന്നെ വിളിക്കും. எனக்கு ஆனை கூப்பிடுவா അവളെന്നെ ചീത്ത കഴിച്ചു ബാക്കി എല്ലാം വിളിച്ചോ. വേറൊരു പേരുണ്ട് പക്ഷെ വിളിക്കാൻ പറ്റത്തില്ല. ആ நான் கிருஷ்ணனை கூப்பிடுவா വേണേ കൃഷ്ണക്ക് അപമാനം കണ്ണാപ്പൂന്ന് വിളിച്ചോ കണ്ണാപ്പൂ. கண்ணா பூ. ஏய், நல்லா இருக்கு அது எது பூ അത് ഞാൻ പൂവൊക്കെ പറഞ്ഞേ ഞാൻ കുറച്ചേച്ച്. ஓகே കണ്ണാപ്പൂ பிடிச்சிச்சு അത് എക്സ് വിളിക്കുന്ന പേര് അങ്ങനെ ആയിരുന്നല്ലോ എലി. ഓ ആർഎക്സ് എന്റെ എക്സ്. ഓ അത് ഇതില്ല പറയോ. ആ எக்ஸ் கண்ணா பூந்தா கூப்பிடுமா ആ അങ്ങനെ തന്നെ. ഇവിടെ ഇന്നലെ മലയാളിയായിരുന്നേ ഈ ധനലക്ഷ്മി. ഞാൻ ഇവളോട് കുറെ നേരം മിണ്ടിയതായിരുന്നു. അല്ല അവള് തന്നെ ആ ഈ പേട്ട് സ്കൂൾ തുറക്ക്. ആ கண்ணா பூ ആദ്യമായിട്ട് നട്ടാ സ്കൂളിൽ വരാൻ കണ്ണാന്ന് വിളിച്ചാൽ മതി കുട്ടി, അല്ലെ കണ്ണാപ്പിന്ന് വിളിച്ചാൽ മതി. കണ്ണൂസിന്ന് വിളി கண்ணூசே நல்லா இருக்கு അലീര நல்லா இருக்கு പ്ലീസ് പ്ലീസ്. കണ്ണൂസേ ഫിക്സഡ് എനിക്ക് ആ പേരൊക്കെ ട്രോമയാണ് അലീന. എന്തിനാണ് ഓ സോറി സോറി അതും വിളിക്കുമായിരുന്നോ? ഓക്കെ പിന്നെ വേറെ വിളിക്കാൻ എന്നെ എന്നെ കണ്ണാന്ന് വിളിച്ചാൽ മതി, കണ്ണാന്ന് വിളിച്ചാൽ മതി. കണ്ണ എനിക്ക് ട്രോമ എല്ലാരും വിളിക്കുന്നില്ലടാ കണ്ണ. അത് കണ്ണ എന്താ നിനക്കെന്ത് ട്രോമ? ചുമ്മാ വേറെ വേറെ ഈ അലീന എലിയൊന്ന് വന്നേ കേട്ടെ, എലിയൊന്ന് വന്നേ. ഒരുപാടങ്ങ് രസിക്കുന്നുണ്ടല്ലോ തമാശയൊക്കെ പറഞ്ഞ്. പിന്നെ ഡിസൈഡ് ചെയ്യാലോ. ഞാനൊരു കാര്യം പറയട്ടെ, എന്തിനാണ് ഇതൊക്കെ എന്റെ തലയിൽ അടിച്ചു തരുന്നത്? എടാ നല്ല കൊച്ചായതുകൊണ്ടാണ് നീ എന്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്ത് നല്ല കൊച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് തനി തങ്കമാണാ മോനെ. നീ ഒരച്ചു അല്ലല്ല എത്ര ദിവസം പരിചയമുണ്ട്? ഇവിടെ എനിക്ക് എത്ര നാളായിട്ട് അറിയാമെന്നറിയാവോ? എത്ര നാളെ എത്ര നാളെ ഒറ്റ എത്ര നാളെ ഒത്തിരി നാളായിട്ട് അറിയാം അവിടെ എനിക്ക്. എത്ര നാളെ? ഒരു മാസം 1.5 മാസമായി. ഓക്കെ ഓക്കെ ഒറ്റ മിനിറ്റ്. നിങ്ങളൊന്നും ഇവിടെ ഇങ്ങനെ കുട്ടി സിറ്റി വന്നിട്ട് എത്ര നാളായി? நான் இப்போதான் வந்திருக்கிறேன். நான் ஒரு എത്ര ദിവസം? மந்த் ஆயிருக்கும். 1 month ആയോ? ஆனா நான் இங்க இல்ல, இப்போதான் வந்தேன். ഞാൻ പറട്ടെ, ഈ ആക്റ്റീവ് അല്ലാത്ത കുട്ടിയെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതാവും. അവള് 1 month ചിന്നാ കയറുന്നേന്നാ പറഞ്ഞത്. ലൈൻ സെറ്റ് ആക്റ്റീവ് ആവും. അവൾക്ക് ഇവിടെ ആക്റ്റീവ് ആവാനൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ഒരു ആക്റ്റീവ് കിട്ടിയില്ലേ? ഫാമിലി അതുകൊണ്ടാണല്ലോ വാസവണ്ണൻ മാരുതി മാറ്റിയിട്ട് ബെൻസിന്റെ പറയുന്നു പോയത്. സോറി ആ വാ 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 എലി വാ എലി വാ. ഇതിപ്പോ ഞാൻ ഇങ്ങനെ ഇപ്പൊ ഓക്കെ. ഹലോ 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 ஹலோ ஹலோ ഞങ്ങളൊന്ന് പ്രൈവറ്റ് ആയിട്ട് പ്ലീസ്. നിങ്ങളത് வாங்க വാ റൂമിലോട്ടോ റൂമിലോട്ടോ. ക്ലാസ് റൂമല്ലേ പറഞ്ഞത്? ആ ഇങ്ങോട്ടോ. ഓ അതിൻ്റെ അകത്ത് കയറണ്ട, അതിൻ്റെ അകത്ത് കയറണ്ട. അതിനകത്ത് എലിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് കയറാം. ആ പറഞ്ഞല്ലോ. ഹലോ ആ കേക്കാവോ? കേக்கலாம். ആ പിന്നെ ആ സോറി ഞാൻ എണീക്കട്ടെ. അല്ല ഇതിപ്പോ എന്തുകൊണ്ടാണ് എന്നെ പരിചയപ്പെടണമെന്നൊക്കെ തോന്നിയത്? அது நான் இங்க வந்ததும் இங்க எல்லாரும் சொன்னாங்க இந்த முடி இருக்கிற யாருமே பார்த்தது இல்ல, ஒருத்தர் இருக்கான் பச்சைக்காரன், அவங்க பேரு கண்ணாப்பி. அப்ப எனக்கு அவங்க யாரு யாரு அவங்க, ஏன்னா நான் வந்து இந்த சிட்டிலே என் முடிதான் இது இருக்குன்னு சொல்லி அதை போட்டு வந்தேன். அப்ப எல்லாரும் சொன்னாங்க இந்த மாதிரி பச்சை முடி இருக்கான் அவன் ஒருத்தர் இருக்கான். அப்ப எனக்கு வந்து இதாயிடுச்சு, அவனை பார்த்தே ஆகணும், அவனை பார்க்கணும். அதான் நான் வந்து கூப்பிட்டு உங்களை பார்க்கணும்னு சொன்னேன்.
நீங்க நான் கேட்கவா? ഏ நீங்க ஏன் பச்சை முடி போட்டிருக்கீங்க? പച്ചതാർ ഇതൊക്കെ പിടിച്ച കളറ് கலரா? நானும் தான். என்னோட ஃபேவரட் கலர் பச்சைதான். என்னோட எல்லாமே பச்சைதான். எனக்கு நான் போட்டிருக்க Dress பாருங்க பச்சை. எனக்கு பச்சை ரொம்ப பிடிக்கும். என்னோட ശരിക്കും போடுന്ന Dress பச்சைதா. என்னோட கார் பச்சை, என்னோட பைக் பச்சை, என்னோட எல்லாமே பச்சை. ஓ அப்படியா? சொல்லுங்க சொல்லுங்க. ഞാൻ പണ്ട് തൊട്ടേ ഈ പച്ച ഭയങ്കര പച്ച ലവറാണ്. நான் இங்க வந்தது எல்லாரும் சொன்னாங்க பச்சை நல்லவே இல்ல, മാത്ത് நான் மாத்தவே இல்ல. எனக்கு பச்சை பிடிக்கும். കാരണം പച്ചയല്ലേ നല്ലത്. ஆமா பீஸான ஒரு இது. അതന്നെ. പിന്നെ സുഖല്ലേ? நான் சுகம். நீங்க சுகமோ? நான் சுகம். എനിക്ക് സുഖം. റിലേഷൻ ഒക്കെ ഏதாவது இருக்கா சிட்டில? நான் வந்து ரொம்ப நாளாவே சிங்கிளா தான் இருக்கிறேன். ഇതുവരെ റിലേഷൻ ആയിട്ടുണ്ടോ? இதுவரைக்கும் ஒரு ரிலேஷன் கூட ஆகல. റിലേഷൻ ഇതുവരെയ്ക്കും ആയിട്ടില്ല. ஆகல. எனக்கு பேசிக்கலி என்னோட டேஸ்ட் இருக்கிறவங்க யாரையும் நான் பார்த்ததே இல்ல. ആണല്ലേ? അതപ്പോ എന്തായാലും ഉടനെ പാത്തോളൂ ആരെങ്കിലും. സിറ്റി ഭയങ്കര വൈഡല്ലേ? நான் ஒருத்தங்கள பார்த்துட்டேன்னு நினைக்கிறேன். பாப்போம். പാപ്പോ എന്താ? പാപ്പോ എന്താ? இல்ல நான் ஒருத்தங்கள பார்த்துட்டேன்னு நினைக்கிறேன். നല്ലായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. കല്യാണത്തിന് വിളിക്കണേ, ഞാൻ വരാം. കല്യാണത്തിന് കൂപ്പിട്ടിട്ട് ഞാൻ വരാം. நீங்க இல்லாம கல்யாணமே நடக்காது. ஹலோ ഹലോ 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 ഹലോ. கேக்குதா? കേക്കാം. ഇത് സുഖല്ലേ? என்னாச்சு? போகுது. எங்க போறீங்க? இல்ல எங்கேயும் போகாது. நானும் வரேன். വാ. കുടുംബസമേതം എന്നെ തലയിലാക്കിയതാണ്. ഉടക്കെ ഫ്രീ ആകുമ്പോഴൊക്കെ എന്നെ കൂപ്പിടറേ. പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ കൂപ്പിടറേ. പിന്നെ ഉണ്ണേ ആറാവത് உங்க நம்பர் இல்ல. நான் நேத்து குளிக்க போகும்போது போன் தண்ணியில போயிடுச்சு. ആണല്ലേ? போன் ஆமா. കുളിക്കാൻ പോകുമ്പോ ഫോൺ തണ്ണി പോയിച്ച്. ஆமா நான் செல்ஃபி எடுக்க போனேன். അപ്പൊ കുറച്ചു മുമ്പേ എലി ഫോൺ മേടിക്കാൻ പോയെന്ന് പറഞ്ഞു. அது கிடைக்கவே இல்ல. കടയില് മൂടിடுச்சு. ഇതില്ലായിരുന്നു, ഫോണില്ലായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ മേടിച്ചേരാം. ബാവോ എന്നെ കൂട്ടിട്ട് പോறீங்களா? കപ്പി വാങ്ങിച്ചു. കപ്പി അല്ലല്ല, എന്റെ രണ്ട് ഫോൺ ഞാൻ ഒരെണ്ണം തരാം. உங்க போன் போதுം. അവിടേക്ക് என்னோட ஃபர்ஸ்ட் கிஃப்ட். ഗിഫ്റ്റ് ഒന്നുമല്ല, ഇതെന്റെ എക്സ്ട്രാ ഇരുന്നിട്ട് ഓർമ്മ. ഇതെന്റെ நான் ഇത് ഗിഫ്റ്റ് എടുத்துக்கிறேன். അല്ലല്ല, ഞാൻ ഗിഫ്റ്റ് അല്ല. തിരിച്ചറിയണം. പുതിയ ഫോൺ മേടിക്കും. തിരിച്ചറിയണം. தர மாட்டேன். ഇല്ലല്ല, ഇത് ഫോൺ എന്റെ ഗിഫ്റ്റ്. நான் வேற போன் வாங்கி கூட தரேன். இது தர மாட்டேன். ഓക്കെ. എന്താ ചേച്ചി? എന്താ നമ്പര്? ഒരു നിമിഷം. ഹലോ, പരിചയം വെച്ചോരിക്കണ്ടേ? കപ്പി എന്നാണ് വിളിക്കുന്നത്. കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടേ ഇത് പറഞ്ഞാൽ മതി. എന്തേലും പ്രശ്നമുണ്ട് എന്റെ പേര് പറഞ്ഞാൽ മതി. കണ്ണാപ്പിയുടെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ മതി. അല്ലെ സിസ്റ്റർ ആണെന്നല്ലോ പറഞ്ഞാൽ മതി. என்ன சொல்லணும்? കണ്ണാപ്പിയുടെ ഫ്രണ്ട് അല്ലെങ്കിൽ സിസ്റ്റർ കൂപ്പിട്ടാ മതി. സിസ്റ്റർ എന്താ കുഴപ്പം? ഒരു കൊച്ചു നിന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ അതെന്റെ അച്ഛനാന്ന് പറയണോ? ഞാൻ എന്റെ അച്ഛനാന്ന് പറയണോ? കണ്ണാപ്പി എന്റെ അച്ഛനാന്ന് പറഞ്ഞ കൊച്ചു. പറഞ്ഞോ? எனக்கு அப்படி பார்க்க முடியாது. എന്നാ ഫ്രണ്ട് க்ளோஸ் ஃப்ரெண்ட். എന്തേലും ഒക്കെ പറ. க்ளோஸ். കണ്ണന്റെ പെണ്ണ്. ഈ പേട്ടിനെ ഞാൻ കൊരിക്കുവേ, ഗില്ലി കൊരുക്കി കറക്കുവേ. நீங்க போன் கொடுத்தது எனக்கு எடுக்க 18 വയസ്സായി. ഫോൺ വർക്കാവുന്നില്ലെന്നോ? എടുത്തിട്ടേ യൂസ് കൊടുക്ക് ഫോണിൽ. கிடைச்சிச்சு. ആ നമ്പര്. உங்க ബർത്ത്ഡേ என்னது? എനിക്ക് ബർത്ത്ഡേ ഇല്ല. എന്റെ ബർത്ത്ഡേ എനിക്ക് റിവീൽ ചെയ്യാൻ മുടിയാതെ. ഇവനറിയത്തില്ല.
ആ ഇത് എടാ അവക്ക് ഇത് പാസ്വേഡ് ആയിട്ട് വെക്കാനാടാ എന്താണ് കണ്ണാ சொல்லுங்க ഇവിടെ കിട് சொல்லு கண்ணாப்பி சொல்லுங்க சொல்லுடா ചൊല്ലിക്കൊടുറാ. വാസന്റെ ഉത്തരം എന്താ വാസന്റെ ഉത്തരം എന്താ 23 നീ എന്താടാ ഇവിടെ പറഞ്ഞവൻ ഈ പൂ വിരിയാറുണ്ടോ? ബ്ലഷാ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ബ്ലഷ് ഹലോ 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 കണ്ണപ്പൂ ബർത്ത്ഡേ ബർത്ത്ഡേ 21st இல்ல நான் 2121 போட்டுட்டேன் കണ്ണാപ്പൂൻ ചൂവൻ ചൂവൻ. gmail.com ആ പറ ഹലോ ഹലോ இருங்க கண்ணப்பூ കണ്ണാപ്പൂന്ന് വിളിക്കണ്ട ലോറ വിളിക്കുന്ന എന്റെ എക്സ് വിളിക്കുന്ന പേരാണ് കുട്ടി കണ്ണാന്ന് വിളിച്ചാൽ മതി ஃபர்ஸ்ட் உங்க நம்பர் வேணும் எனக்கு உங்க நம்பர் தான் முதல்ல இந்த ஃபோன் வேணும் ഞാൻ പറഞ്ഞില്ലേ എന്നെ അങ്ങനെ വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല അവന്റെ ഇഷ്ടമില്ല അപ്പൊ തന്നെ കൂപ്പിടുതനാ ആ கண்ணா ഇതെങ്ങനെ നമ്പറൊക്കെ കൊടുക്കുന്ന എങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ ഒന്നും ഷെയർ ഇട നിന്റെ കോണ്ടാക്ടിൽ ഷെയർ എടുത്ത് കൊടുക്കുക നമ്മുടെ ഇല്ല അത് കണ്ണന്റെ നമ്പർ ആദ്യമേ സേവ് ചെയ്തിട്ടുണ്ട്. കപ്പിന്ന് കൂപ്പിട്ടാ നമ്പർ 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 മതി. അത് നല്ല ജർമ്മൻ ആ അത് തന്നെ ജർമ്മൻ തന്നെ ചെറുമൂന്ന് കൂപ്പിട്ട് ചെറുമൂ ജർമ്മൻ കൂപ്പിടവാ എന്തേലൊക്കെ കൂപ്പിടാ ജമ്മു എന്തിനാ എലി എന്നെ ഇങ്ങനെ മറ്റേ കോമാളിയാക്കാനായിട്ട് ഇവിടെ വിളിച്ചു വരുത്തിയത് എടാ, ഒരു പെണ്ണ് എന്നെ വട്ടത്തിൽ നിങ്ങൾ എന്നെ മറ്റേ ഇതാക്കാൻ വിളിച്ചോണ്ട് ഹണി ട്രാപ്പ് ചെയ്യാൻ വിളിച്ചോണ്ട് വന്നതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം മനസ്സിലായോ ഹണി ട്രാപ്പ്. എടാ, അവളെ വെച്ച് ഹണി ട്രാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടാമത് എന്താ ആര് പൊന്നൻ വല്ല വിളിച്ച പറയാ കൊച്ചേ എന്നെ തിരിച്ചെടുത്തോണ്ടെ എനിക്ക് റേഡിയോ വിളി വന്ന് അങ്ങോട്ടൊന്ന് പോണം പൊന്നാ உங்களுக்கு ട്രോമാവാ എനിക്ക് പൊന്ന ട്രോമയൊന്നും അല്ല அப்ப பொண்ணா கூப்பிடவா ஜெர்மன் பொண்ணா എന്നെ കണ്ണാപ്പിന്ന് വിളിച്ചാ നീ എനിക്കല്ല വേറൊന്നും കൂപ്പിടുന്ന ഇഷ്ടമല്ല തുറക്ക கூப்பிடுறது பிடிக்காதா ആ വാ എല്ലാരും വാ Unlock it. புரியுது இன்னும் கண்ணா ആ വാ പൊന്നെ അല്ല അത് വേറെ പൊന്നെ വിളിച്ച எனக்கு ஏற முடியல പൊന്നെന്നുള്ളൊരു കൊള്ളാല്ലേ? അത് വേറെ പൊന്നെ ഇത് പിടിച്ചെടുക്കണ്ടോന്നിട நான் கண்ணா പൊന്നെ கூப்பிடுறேன் അത് വേറെ പൊന്നെ ഒരു പൊന്നെ ഉണ്ടായി അതുകൊണ്ടാ എനിക്കറിയാം. നീ ജമ്മൂന്ന് വിളിച്ചാലും മതി ജമ്മു ഒന്നും വിളിക്കണ്ട ആ കൊച്ചെന്നെ കണ്ണാപ്പിന്ന് വിളിച്ചാൽ മതി எனக்கு എടാ, അവൾക്ക് എന്തെങ്കിലും കണ്ണീന്ന് വിളി. എന്നാ വേറെ പേര് പറഞ്ഞേരാ അതങ്ങ് വിളി ട്രാപ്പാക്കാൻ വിളിച്ചോണ്ട് വന്ന കേസ്. ലിറിക്സ് ഒക്കെ ഒരു പഠിക്കും. വേറെ പാട്ട് പാടാം. കണ്ണേ കലമാനെ ചന്ത ഓരേക്കടാ പാവടാ എനിക്ക് അവളെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവാണെങ്കിലോ
പാടിയത് ഹലോ 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 ഒന്ന് എന്നെ ഒന്ന് മുതുക്കാക്കണേ. വലിയ പോരായിരിക്കും. ഇനി ഇതിന്റെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഞാനും ചന്തയായി പോകും. പ്ലീസ്. ഇതെന്താണ് സഞ്ചരിക്കുന്ന മാർക്കറ്റായി വണ്ടി? മാർക്കറ്റിന്റെ പക്ഷെ നിനക്കൊരു പെണ്ണിനെ കിട്ടിയുള്ളൂ കേട്ടോ. ആർക്ക് പെണ്ണിനെ കിട്ടി? എനിക്കൊരു പെണ്ണിനെ കിട്ടിയിട്ടില്ല. உனக்கு நான் இருக்கேன் ஃப்ரெண்டா. ഫ്രണ്ടായിട്ട് എനിക്ക് കുറെ പെമ്പിള്ളേർ ഇരിക്കേ, അത് കുഴപ്പമില്ല. അതിൽ നീ ഫ്രണ്ടുக்கு மேல ஃப்ரெண்டா நான் இருக்கேன். என்ன ஏத்துக்க மாட்டீங்களா? എന്താ എന്നെ ഇറക്കിട്ട് അവളെ ഏത്തടാ. ഒന്ന് എന്ത് ഏത്തുക്കാൻ? എന്ത് എന്ത് ഏത്ത്? അതെന്ത് ഏത്തുക്കാൻ? അയ്യോ അവളെ എത്തി. അയ്യോ ഒന്ന് ഏത്തുക്കടാ അവളെ. நான் ஏத்துப்பேன்னு இறங்கிட்டேன். ഐ ഡ്രീമിങ്. സത്യല്ലേ? നിന്ന് പറമ്പി വെള്ളോടെ ഇല്ലായിരുന്നു ആൽബിന, അതുകൊണ്ട് അവനെന്ന് വന്നു ചാറ്റില്. എന്നെ മുതുകിലോട്ടാക്ക എന്നെ. கண்ணே கண்ணே என்கிட்ட நானும் என்னையும் கூட்டிட்டு போறீங்களா? உங்க கூட எங்க போனாலும். എന്ത്? ഞാൻ എങ്ങ പോയാലും ഉന്നെ കൂട്ടിട്ട് വന്നോണ്ടാ? ஆமா. ബാത്റൂമിൽ പോയാലും ഞാൻ കൂട്ടിട്ട് പോണോ? എവിടെ പോയാലും? பரவாயில்ல, நான் ஓரமா நின்னுக்கிறேன். ആർക്കൊക്കെ വിളിച്ചിട്ട് പറവാല്ലേ ഇത്? ഹലോ സിറ്റുവേഷൻ അതേ വരുന്നത്. എവിടെ എവിടെ അടിയായത്? എവിടാ? சும்மா சொன்னேன் கண்ணே. അല്ല ഞാൻ ചെറിയ സിറ്റുവേഷനിലാ. പോയിട്ട് വരാം ഇപ്പം. അയ്യോ രക്ഷപ്പെട്ടു കേട്ടാ. വെള്ളത്തിന് എവിടെ കൊണ്ടിറക്കാം അതിനൊക്കെ.